പ്രഥമൻ ഉണ്ടാക്കാൻ പോകുന്നു. നല്ലോണം കഴുകി അടുപ്പത്ത് കുക്കറിൽ വേവിക്കാൻ വെക്കുക. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് അടച്ച് വെക്കുക. ഒരു 2-3 വിസിൽ കഴിഞ്ഞിട്ട് എടുക്കുക. ഗോതമ്പ് ഇതാ നല്ലപോലെ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ വെള്ളം പാവാക്കിയിട്ട് ഒഴിക്കണം. എന്നിട്ട് ഒന്ന് നല്ലോണം തിളച്ചിട്ട് വെള്ളം പാവാക്കി ഒഴിച്ച് നല്ലോണം തിളച്ചിട്ടാകുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുക. അതായില്ല, ഇത് വെള്ളം പാവാക്കി ഒഴിക്കട്ടെ. ഇതാ വെള്ളം എത്രയുണ്ട്? വെള്ളം 1 കിലോ വെള്ളമുണ്ട്. ഇത് 1 കിലോ ഗോതമ്പ്. ആവശ്യത്തിന് മധുരം വേണമെങ്കിൽ എടുക്കാം. നമുക്ക് ഇത്രയും മധുരം വേണ്ടു. അപ്പോൾ നമ്മൾ ഇത്രയും ചേർത്തിട്ടുള്ളൂ. 1 കിലോ ചേർത്തില്ല, ഒരു 1.5 കിലോ 1.25 കിലോ മധുരം ചേർക്കാം. വെള്ളം ഇത്തിരി ഉപ്പും ചേർക്കാം. ഇത്തിരി ഉപ്പിടുന്നുണ്ട്. നല്ലപോലെ ഇളക്കുക. അടിയിലൊന്നും പിടിക്കാണ്ട് നല്ലപോലെ ഇളക്കുക. വെള്ളം പാവാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഏലക്കായും എല്ലാം പൊടിച്ചിടുക. അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പെല്ലാം നെയ്യിൽ വറുത്തിട്ട് ഇടുക. അല്ലെങ്കിൽ ഇത്തിരി നെയ്യ് ഇട്ടിച്ചാൽ ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം പാവാക്കിയത് ഒഴിക്കാൻ പോവാം. ഇപ്പം നല്ലോണം വെന്തു. ഇത് വെള്ളം പാവാക്കിയത് ഒഴിക്കുക. ഗ്യാസ് ഓഫ് ആണോ? ഇത് നല്ലപോലെ ഇളക്കിയിട്ട് ശരിയാക്കുക. അപ്പോൾ പിന്നെ എന്നിട്ട് തേങ്ങാപ്പാലും കൂടി കുറച്ച് കഴിഞ്ഞ് നല്ലോണം തിളച്ചിട്ടാകുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലോണം തിളച്ചിട്ടാകുമ്പോൾ തേങ്ങാപ്പാൽ എത്ര വേണം ചോദിക്കുക. 1 ലിറ്റർ. 1 ലിറ്റർ തേങ്ങാപ്പാലും ഒഴിക്കുക. എന്നിട്ട് നല്ലോണം ഇത് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളക്കട്ടെ. തിളച്ചിട്ട് 1 ലിറ്റർ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുക. ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം തിളച്ചിട്ട് ഏലക്കായും എല്ലാം പൊടിച്ചിടുക. പൊടിച്ചിട്ടിട്ട് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിടുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുടിച്ചു നോക്കേ. എന്നിട്ടേ ഓണത്തിന് എല്ലാവരും പ്രഥമനും ഗോതമ്പ് പ്രഥമനാവണം അല്ലേ? ഓണത്തിന് എല്ലാവരും ഗോതമ്പ് പ്രഥമൻ ഉണ്ടാക്കും. ഓണത്തിന് എല്ലാവരും ശാന്തേച്ചിന്റെ ഗോതമ്പ് പ്രഥമനാക്കുക. ഗോതമ്പിൻ്റെ വെള്ളം ഒഴിച്ച് തിളച്ചു. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പായസം റെഡി. ഏലക്കായും ചുക്കും പൊടിച്ചിടണം. എന്താ ഏലക്കായും ചുക്കും? ഏലക്കായും ചുക്കും പൊടിച്ചിട്ട് പായസം റെഡി. തേങ്ങ വറുത്തിട്ടാൽ ഗോതമ്പ് പായസം റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഓണത്തിൻ്റെ വിഭവം ഗോതമ്പ് പായസം. എല്ലാവരും ഒന്ന് കുടിച്ച് നോക്കണ്ടേ അല്ലേ? ഗോതമ്പ് പായസം പ്രഥമൻ റെഡി. അതിൽ ഏലക്കായ് പൊടിച്ചത്. ഗോതമ്പ് പ്രഥമൻ റെഡി. അതിൽ ഏലക്കായ് പൊടിച്ചു. ഏലക്കായ് പൊടിയുണ്ട്. അപ്പോൾ പൊടിയാണ് ഇടുന്നത്. ഇത്ര പാട് വേണ്ടി വരുമോ? ഇത്രയേ ഉള്ളേ, ജാസ്തിയില്ലേ? ഓഫാക്കാം അല്ലേ? ഇനി തേങ്ങ വറുത്തിടുമ്പോൾ
ബാക്കി എടുക്കാം. 2 സ്പൂണ് നെയ്യ് ഇടുന്നുണ്ട്. അതിലേക്ക് പൊടി വെച്ച തേങ്ങ ഇടുന്നുണ്ട്. ഒന്ന് നല്ലോണം ഇളക്കി മൂടി കഴിഞ്ഞാൽ രണ്ട് സ്പൂണ് നെയ്യിൻ്റെ അകത്ത് തേങ്ങാക്കൊട്ടിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചിട്ടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് അതിലേക്കിടും. ഇതിൻ്റെ മതി വെക്കണം. രണ്ട് പരിപ്പ് ഇട്ട് ലാസ്റ്റ് പായസം റെഡി. ഗോതമ്പ് പ്രഥമൻ റെഡിയായി. എല്ലാവരും ഒന്ന് ഇതേപോലെ വെച്ച് ഉണ്ടാക്കി കഴിച്ചു നോക്ക്. ഓണത്തിന് ഗോതമ്പ് പ്രഥമൻ വെച്ചിട്ട് കഴിച്ചു നോക്ക്, ഉണ്ടാക്കി നോക്ക്. ഇതുപോലെ